ചേട്ടൻ പോയിട്ട് വരട്ടെ. നീ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി തരാവോ, എന്നെ ശല്യം ചെയ്യാതെ. ഇന്ന് വർക്കില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിൽ കട്ട പോസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പയ്യന്മാരെല്ലാവരും ജോലിക്ക് പോയി. അപ്പം 2 പയ്യന്മാർക്ക് നമ്മളെ വീട്ടിനടുത്താണ് ജോലി. അപ്പം നീ വീട്ടിൽ ചുമ്മാ ഇരിക്കണമെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്തോട്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പം നമുക്ക് എന്തായാലും അവന്മാർ ജോലി സ്ഥലത്തോട്ടൊന്ന് പോവാം. ചേട്ടൻ പോയിട്ട് വരട്ടെ. ചേട്ടൻ പോട്ടെ. നീ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി തരാവോ, എന്നെ ശല്യം ചെയ്യാതെ. അങ്ങനെ അവസാനം അവന്മാരെയൊക്കെ ജോലി സ്ഥലത്തെത്തി. ഇതും നമ്മുടെ സ്വന്തം കൂട്ടുകാരന്റെ വീട് തന്നെ കേട്ടോ പണിയണത്. പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും ആശാരിപ്പണിയായാലും മേശരിപ്പണിയായാലും എല്ലാ ജോലിക്കും നമുക്കിടയിൽ പയ്യന്മാരുണ്ട്. കണ്ടോ, വീട്ടിൽ ചുമ്മാ ആയിരുന്നു തന്നെ. ഞാൻ വീട്ടിൽ ഇരുന്ന് ആദ്യമായിരുന്നു ടീഷർട്ടിൽ ഒരത്തെ ആർട്ട് ചെയ്ത് വെച്ചതാണെന്ന്. കണ്ട ആർട്ടിസ്റ്റിൽ ഞാൻ ഇപ്പൊ കളിച്ചു. അങ്ങനെ ആ വീട്ടിലെ പരിപാടി കഴിഞ്ഞ് എന്റെ വീട്ടിൽ കുറച്ച് പെയിന്റിങ്ങിന്റെ ടച്ചിങ് ഉണ്ട് കേട്ടോ. അളിയാ, നിന്റെ റൂമിൽ അടിക്കാൻ വേണ്ടി നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് മാസ്കിൻ ടേപ്പ് വാങ്ങാൻ പോകാന്ന് പറഞ്ഞാണ് പായസമുക്കിലോട്ട് പോയത്. അങ്ങനെ റൂമിന്റെ ഡിസൈനിങ് വേണ്ടിയുള്ള മാസ്കിൻ ടേപ്പ് മേടിച്ച് വീടെത്തിയിട്ടുണ്ട്. നീ ഏത് ഡിസൈൻ ചെയ്യാൻ പോണെന്നൂടെ? അങ്ങനെ വിഷ്ണു എന്ന ആർട്ടിസ്റ്റിന്റെ വരപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കണം. മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് പെയിന്റ് അടിച്ചിട്ടുള്ള വീഡിയോ അടുത്തേൽ കാണാട്ടോ. ഇനിയാണ് ഇതിനകത്ത് പണിയുള്ളത്. അപ്പൊ കുറച്ച് കാര്യം, കുറച്ച് സമയം. ബൈ.